തന്നെയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയും മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നും അത് നടക്കില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തന്നെയും പിണറായിയെയും മാറ്റിയിട്ട് വേറെ ആരെ വെക്കുമെന്ന് MV ഗോവിന്ദൻ ചോദിച്ചു. തിരുവനന്തപുരം മേഖല റിപ്പോർട്ടിംഗിലാണ് MV ഗോവിന്ദന്റെ പരാമർശം. സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കുമെന്നതും ആലോചനയിലില്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അഴിച്ചുപണിയുമെന്ന പ്രചാരണവും തെറ്റാണ്. നേതാക്കളിൽ കുറ്റം ചാർത്തി സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുന്നത് CPIM രീതിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ കടുത്ത വിമർശനമുയർന്നിരുന്നു. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറണമെന്നായിരുന്നു അംഗങ്ങളുടെ ആവശ്യം. തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂ വിശദമായി ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് വിമർശനമുയർന്നത്. MV ഗോവിന്ദനും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതേസമയം CPIM സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിൽ 3 പ്രധാന തിരുത്തലുകൾ ഉണ്ടായി എന്നുള്ള വിവരവും പുറത്തു വന്നിരുന്നു. സംസ്ഥാന സമിതിയുടെ ആവശ്യമനുസരിച്ച് 3 ഇടങ്ങളിലാണ് തിരുത്ത്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ച ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ തിരുത്തൽ. വെള്ളാപ്പള്ളിക്കെതിരെ പ്രസ്താവന നടത്തേണ്ടതായിരുന്നുവെന്നും സമ്മതിക്കുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിൽ A പത്മകുമാറിനെതിരെ നടപടിയെടുക്കാനും തീരുമാനമായിരുന്നു. നടപടി ചർച്ച ചെയ്യാൻ ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് സംസ്ഥാന സമിതിയിൽ കടുത്ത വിമർശനമാണ് ഉയർന്നത്. മണ്ഡലം കമ്മിറ്റിയിലെ 73 പേരിൽ 70 പേരും PK ശ്യാമളയ്ക്ക് എതിരായിരുന്നു. എന്നിട്ടും സ്ഥാനാർത്ഥിയായത് ഞെട്ടിച്ചെന്നാണ് കാസർഗോഡ് നിന്നുള്ള അംഗം ചൂണ്ടിക്കാട്ടിയത്. പിന്നാലെയാണ് റിപ്പോർട്ടിൽ സ്ഥാനാർത്ഥിത്വത്തിലെ പിഴവ് കൂടി ഉൾപ്പെടുത്തിയത്.